ഹേ എവ്രി വൺ, HSC എക്സാം കഴിഞ്ഞ് കുറേ നാളായി. ഇപ്പം എന്തിനാ ഇങ്ങനൊരു വീഡിയോ എന്ന് വെച്ചാൽ, ഇപ്പോഴും പ്രതീക്ഷിച്ച പോലെ എക്സാം എഴുതാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് പുസ്തകം തുറക്കുമ്പോഴേ കരച്ചിൽ വരുന്ന കുറേ ആളുകൾ കാണും. അവരുടെ അടുത്ത് സാരമില്ല, അല്ലെങ്കിൽ അടുത്തത് നോക്കാം എന്നൊക്കെ ഫോർമലായിട്ട് പറഞ്ഞാലും പഠിച്ചിട്ട് എക്സ്പെക്റ്റ് ചെയ്ത പോലെ എക്സാം എഴുതാൻ പറ്റാതെ വന്നതിലുള്ള വിഷമം മാറില്ല അല്ലേ? സോ ടേക്ക് യുവർ ഓൺ ടൈം. നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ ടേക്ക് യുവർ ഓൺ ടൈം. യാത്ര പോകേണ്ടവർക്ക് യാത്ര പോവാം, TV കാണേണ്ടവർക്ക് TV കാണാം, സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അങ്ങനെ നമ്മുടെ വിഷമം പതുക്കെ കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ പുഷ് ചെയ്യാനും നമ്മളെ മുന്നിലോട്ട് നയിക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അത് എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി എന്തെന്ന് ചിന്തിച്ച് തുടങ്ങണം. അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കാരണം പഠനം ഒരിക്കലും ഒരു വേസ്റ്റ് ആകില്ല. ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഒത്തിരി ആഗ്രഹിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. ആൽക്കെമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്നില്ലേ, അതുപോലെ. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്തായാലും ഒരിക്കൽ കിട്ടും. നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പല എക്സാംസ് ഉണ്ട്, കേരള PSC മാത്രമല്ല, പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ട്രൈ ചെയ്യുന്നവർ കാണും. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയത് എന്തെന്ന് കണ്ടെത്തി അതിന് വേണ്ടി സമയം വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കെല്ലാം ഇനി ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് പൊടി തട്ടി എല്ലാം അടുക്കി ഒതുക്കി വെച്ച് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കാം. ഞങ്ങൾ വിഷമിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞു, ഇനി ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ ബ്രെയിനിനെ കൊണ്ട് വിശ്വസിപ്പിച്ച് നമുക്കെല്ലാം ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കുറേ സമയം ഇരുന്ന് പഠിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് പഠിച്ചു നോക്കുക. കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വെറും ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ്. അങ്ങനെ ഒരു 1 അവർ പഠിക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് പിന്നെ ഈ സമയം കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വിചാരിച്ചെടുത്ത് നല്ലൊരു വിജയത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. സോ കീപ് ഗോയിങ്. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്.